ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഹോം ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പതിവ് പോലെ ഒരു ഹോം ടൂർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഹോം ടൂറിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നൊരു റിനോവേഷൻ പ്രൊജക്റ്റാണ്. റിനോവേഷൻ എന്ന് പറയുമ്പം ഏകദേശം ഒരു 10-60 വർഷം പഴക്കമുള്ള ഒരു തറവാട് വീടിനെ അതിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും തനിമയും എല്ലാം അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് റിനോവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റിനോവേഷൻ പ്രൊജക്റ്റിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്, അതിൻ്റെ പഴയ ലുക്കും പുതിയ ലുക്കും ഈ പുതിയ ലുക്കിലേക്ക് വരാനായിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം. ഈ ഒരു പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ അമ്പൂരിയിലാണ്. നമുക്ക് പ്രൊജക്റ്റിലേക്ക് പോകാം. ട്രിവാൻഡ്രം ജില്ലയിലെ ഒരു ഹൈ റേഞ്ച് സ്പേസാണ്, ഹൈ റേഞ്ച് ഏരിയയാണ് അമ്പൂരി എന്ന് പറയുന്നത്. ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് കൺസെപ്റ്റിലാണ് ഇവിടെ നമ്മൾ ഈ വീട് റിനോവേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു പഴയ രീതിനെ അല്ലെങ്കിൽ ആ തനിമയെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു റിനോവേഷൻ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ എലിവേഷൻ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് കരിങ്കല്ലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ റിനോവേഷൻ ചെയ്തപ്പോൾ നമ്മൾ കരിങ്കല്ല് തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് കൂടുതലായിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരു ഉയർന്ന സ്ഥലത്താണ് ബിൽഡിങ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു വ്യൂവും അത്രയധികം ഭംഗിയുള്ളതാണ്. നോർമലി നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ഹാർഡ് സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം ഇൻ്റർലോക്കോ അല്ലെങ്കിൽ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗിയെ ബാധിച്ചേക്കുമോ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ മെറ്റലാണ് ഇവിടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്നത്. അപ്പം നല്ല വിശാലമായിട്ടുള്ള ഏരിയയാണ്. പക്ഷേ ലോണോ അല്ലെങ്കിൽ ഇൻ്റർലോക്സോ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒന്നും തന്നെ, ലാൻഡ്സ്കേപ്പിംഗ് എലമെൻറ്റ്സ് ഒന്നും തന്നെ നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വീട് വളരെ മാസീവായിട്ട് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല വിട്ടിലാണ് നിൽക്കുന്നത്. വിട്ട് വൈസ് നല്ല രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. കരിങ്കല്ലിലാണ് ഫുള്ളായിട്ടും കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പഴയ ഒരു ഇമേജും പുതിയൊരു ഇമേജും നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പഴയ ആ ഒരു വീട്ടിൽ നിന്നും എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു റൂം നേരത്തെ ഉണ്ടായിരുന്നതല്ല. അതുപോലെ തന്നെ സിറ്റ് ഔട്ട് ഏരിയ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ ഈ സിറ്റ് ഔട്ട് നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വളരെ ചെറിയൊരു റൂമായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ആ റൂമിനെയും പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുകയാണ്. അങ്ങനെ രണ്ട് സ്ഥലം എക്സ്റ്റെൻഡ് ചെയ്ത് വന്നതിനനുസരിച്ച് മുകളിലത്തെ മെസനൈൻ ഫ്ലോർ അഥവാ ഹറ്റിക് സ്പേസിനെ നമുക്കൊരു ബാൽക്കണി പോലെ ഈ റൂമിന് മുകളിൽ എക്സ്റ്റൻഷൻ കിട്ടി. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് മുകളിൽ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആണ്, ഒറ്റ നിലയുള്ള വീടാണ്. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ഫാബ്രിക്കേഷൻ ചെയ്ത് ഒരു ഹാൾ ഏരിയ പോലെ, ഒരു മൾട്ടിപർപ്പസ് ഹാള് പോലെ ആ ഒരു 10 സ്പേസിനെ നമ്മൾ റിനോവേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. പിന്നെ ഈ ഒരു വീടിന് ഇത്രയും ഭംഗി കിട്ടുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നാച്ചുറൽ മെറ്റീരിയൽസാണ്. ഒന്നാമതായിട്ട് കരിങ്കല്ലിൽ തീർത്തിരിക്കുന്ന ഭിത്തികൾ, പിന്നൊന്ന് ഓടുകൾ ചെയ്തിരിക്കുന്നത് നാച്ചുറലായിട്ടുള്ള ക്ലേ ഓടാണ് റൂഫിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ടും വുഡിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ട്, ഉള്ളിലും എലിവേഷനിലും എല്ലാം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ടിലെല്ലാം ലെപ്പോത്ര ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻസൈഡിലേക്ക് പോകാം. ഈ റിനോവേഷൻ ചെയ്താണ് നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ എടുത്തിരിക്കുന്നത്. ഈ തൂണുകളെല്ലാം നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ടൈം ഇല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ച തൂണുകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈറ്റിനനുസരിച്ച് അതിനെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ റൂഫിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ലെയറിൽ ഓട് ചെയ്തിരിക്കുകയാണ്. പുറത്തും ഓട് ചെയ്തിട്ടുണ്ട്, ഇൻസൈഡും
ഓഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റാഫ്റ്റേഴ്സും പെർലിങ്സും എല്ലാം ഹാർഡ് വുഡിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. നമുക്കിങ്ങനെ ഒരു ബീം ചെയ്യേണ്ടി വരും. അതിനെ നമുക്ക് സ്റ്റീൽ സ്ട്രക്ചറിലോ ഇല്ല പ്ലൈവുഡിലോ എന്തിൽ വേണമെങ്കിലും ചെയ്തിട്ട് അതിനെ പ്ലൈവുഡ് വെച്ചോ ഹാർഡ് വുഡ് വെച്ചിട്ടോ നമുക്ക് ഈ രീതിയിൽ രണ്ട് സൈഡിലും വന്നിരിക്കുന്ന ബീംസിനെ നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എൻറ്റയർ സിറ്റ് ഔട്ട് ഏരിയ ലെപ്പോത്ര ഗ്രാനൈറ്റിൽ തന്നെയാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എൻഡ് സ്പേസിൽ ചെറിയൊരു കോർട്ട്യാർഡ് കൈൻഡ് ഓഫ് ഒരു എലമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഇത് എലിവേഷന് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഈ വിൻഡോസ് എല്ലാം പഴയ വിൻഡോസ് അതേ രീതിയിൽ മുകളിൽ വെൻറ്റിലേഷനും താഴെ ജനലും ഉള്ളത് അതിനെ അതേ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു സ്പേസിലെ വിൻഡോ പുതിയതാണ്, അത് നേരത്തെ ചെയ്തിരുന്ന. അപ്പം എപ്പോഴും നമ്മൾ റിനോവേഷൻ ചെയ്യുമ്പോൾ മാക്സിമം നമുക്ക് ആ ബിൽഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള റിനോവേഷനാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തു മാറ്റുമ്പം അതിലുണ്ടാകുന്ന ഒരു വേസ്റ്റേജും മാൻ പവറിലുണ്ടാകുന്ന വേസ്റ്റേജും അതിനെല്ലാം നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ വിൻഡോസിനോടൊപ്പം ഈ ഒരു വിൻഡോ വന്നതിനെ നമുക്ക് അത്ര കാര്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. മെയിൻ ഡോർ കയറി വരുന്ന ഉടനെയുള്ള ലിവിങ് സ്പേസ് ആണ്. ഈ റൂമിൽ നമ്മൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഓൾറെഡി ഉള്ള ഹാർഡ് വുഡിൽ ചെയ്തിരിക്കുന്ന പഴയ സീലിങ്ങിനെ പോളിഷ് ചെയ്ത് റെഡിയാക്കി എടുത്തു. ഈ റൂമിൽ നിന്ന് വലതുവശത്തേക്ക് വരുമ്പോഴാണ് ഫ്രണ്ട് എലിവേഷനിൽ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ആ ഒരു റൂം വരുന്നത്. ഇത് വളരെ ഒരു ചെറിയ റൂമായിരുന്നു. ആ റൂമിനെ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ ആ സ്പേസാണ് നമുക്ക് അത്രയും വലിയ വരാന്ത വരുമ്പം അതിൽ ഒരു ചെറിയ പോർഷനായിട്ട് എക്സ്റ്റെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയ ഈ ഒരു റൂമിൻ്റെ പ്രൊജക്ഷനാണ്. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ ഫുള്ളായിട്ട് വാർഡ്രോബും ചെയ്തെടുത്തു. അപ്പം ഈ സ്പേസിന് അത്യാവശ്യം ഈ ഒരു റൂമിന് നല്ല സ്പേസ് കിട്ടി. ഇത് വളരെ ചെറിയൊരു റൂമായിരുന്നു. പിന്നെ ഇതാണ് മെയിനായിട്ട് നമുക്ക് ആ എലിവേഷന് ഭംഗി കൂട്ടിയ ഒരു എലമെൻറ്റ്, ഈ റൂമിൻ്റെ എക്സ്റ്റൻഷനാണ്. പിന്നെ മെയിൻ ഹാൾ ലിവിങ്ങിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇനി നമുക്ക് കൂടുതലായിട്ടും ചേഞ്ചസ് വരുന്നത് ഡൈനിങ് കിച്ചൺ ഏരിയയിലാണ്. അവിടെയാണ് മറ്റൊരു റിനോവേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ആ സ്പേസിലേക്ക് പോകാം. ഇത് പഴയ ഒരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂമുകളെല്ലാം ആ ഒരു രീതിയിലാണ്. അപ്പോൾ പഴയ തറവാട് വീടുകളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അറിയാം അതിൽ ഒരു റൂമിൽ നിന്ന് കയറിയിട്ടായിരിക്കും മറ്റൊരു റൂമിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ രീതിയിലുള്ള കൺസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ലല്ലോ അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ഇവിടെ ഒരു ചെറിയ റൂമുകളുടെയൊക്കെ സൈസും വളരെ ചെറുതായിരിക്കും. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് ഡൈനിങ്ങിലേക്ക് എൻട്രി വരുന്നുണ്ട്. ഇത് ഈ വീട്ടിലെ അമ്മച്ചിയുടെ റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ റൂമിനെ ഡിസ്റ്റർബ് ചെയ്യാതെ പോകാനായിട്ടുള്ള ഏരിയയും പണ്ടത്തെ കൺസ്ട്രക്ഷനിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുവഴി, അതായത് ഈ റൂമിൻ്റെ ബാക്ക് സൈഡിൽ കൂടി ഒരു പാസേജ് കൂടി വരുന്നുണ്ട്. ഞാൻ ആ ഏരിയ കാണിക്കാം. അതുവഴി നമുക്ക് ഈ റൂമിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇങ്ങോട്ട് കിടക്കാം. ഇപ്പോൾ ഈ റൂമിൽ കൂടിയുള്ള എൻട്രി ഞാൻ കാണിക്കാം. ഇത് നല്ലൊരു ഡൈനിങ് സ്പേസ് ആണ്. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇത് കിച്ചൺ ആയിരുന്നു. ഈ ഏരിയ കിച്ചൺ ആയിരുന്നു. ഇവിടെ നമുക്കൊരു ഭിത്തി വരുമായിരുന്നു. ഇവിടെ ഒരു പാർട്ടീഷൻ വന്നിട്ട് ഇത്രയും ഏരിയ മാത്രമാണ് ഡൈനിങ്ങിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭിത്തിനെ ഡിമോളിഷ് ചെയ്ത് കിച്ചനും ഡൈനിങ്ങും കൂടി ഒരു ഒറ്റ ലെങ്തി ആയിട്ടുള്ള ഏരിയ എടുത്തു. ഇവിടെ ഒരുപാട് മക്കളും ഒക്കെ ഉള്ള ഒരു തറവാടായതുകൊണ്ട് തന്നെ മക്കളും മരുമക്കളും അവരുടെ കുട്ടികളും എല്ലാവരും വരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും കൂടി ഗ്യാദർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്ലയൻറ്റിൻ്റെ ബിനോ മാത്യുവിൻ്റെ റിക്വയർമെൻറ്റ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ രീതിയിൽ വലിയൊരു സ്പേസ് ഇവിടെ ജനറേറ്റ് ചെയ്തത്. അപ്പം ഈ ഒരു സ്പേസ് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് തന്നെ മനസ്സിലാവില്ല. ഇത് പഴയ കിച്ചണിലെ ചിമ്മിനി ഏരിയ ആയിരുന്നു. അപ്പോൾ ചിമ്മിനിയുടെ സ്ലാബാണിത്. അടുപ്പിൻ്റെ സ്ലാബാണിത്. ഈ സ്ലാബിനെ അങ്ങനെ തന്നെ നിലനിർത്തി ബോർഡിൽ നമ്മളൊരു ചെറിയ പാർട്ടീഷൻ ചെയ്ത് ഇത് ഈ രീതിയിലൊരു വാഷ് കൗണ്ടർ ചെയ്തു. അപ്പം വാഷ് കൗണ്ടർ ശരിക്കും പറഞ്ഞാൽ ഹൈഡായിട്ടിരിക്കും. ചിമ്മിനിയുടെ സ്ലാബിനെ ഒന്നും ഡിമോളിഷ് ചെയ്ത് കളയാതെ ഈ ഒരു സ്പേസിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റി. ലെങ്തി ആയിട്ട് ഡൈനിങ് റൂം കിട്ടി. അതുപോലെ തന്നെ ഡൈനിങ്ങിൻ്റെ സൈഡിൽ നിന്ന് ചെറിയൊരു ഔട്ട്, അതായത് ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ചെയ്യുന്ന പാറ്റിയോ എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റി. ഇതിവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ബാക്ക് വരാന്ത, ഒരു പാറ്റിയോ സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഈവനിങ് ടൈം എല്ലാം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇതിനെ ഉപയോഗിക്കാം. ഇതിൽ ചെയ്തിരിക്കുന്ന തൂണുകളെല്ലാം ഈ രീതിയിൽ GI പൈപ്പിൽ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ പാറ്റിയോ സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് മുകളിൽ
ടെറസിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർ കേസ് എന്നുള്ള പ്രൊവിഷൻ കൊടുത്തു. ഇവിടെ നമുക്ക് ചെറിയൊരു നിഷ് ഉണ്ടായിരുന്നു, പഴയ ഒരു ഷെൽഫ് ഇരുന്ന്. പഴയ വീടുകൾക്കെല്ലാം ഇതുപോലെ ഭിത്തിക്കകത്താണ് ഷെൽഫുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. അതുപോലെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിനെ നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ട് ലാമിനേറ്റ് പ്രസ് ചെയ്ത് ഒരു ക്രോക്കറി ഷെൽഫായിട്ട് ചെയ്തു. അപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വരുന്ന ക്രോക്കറി ഷെൽഫിൽ എപ്പോഴും താഴെ ബോട്ടം വരുന്ന ക്യാബിനറ്റ്സ് നമ്മൾ ഗ്ലാസ്സിൽ മാക്സിമം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ഡൈനിങ് ടേബിളിൽ നിന്ന് പുറത്തേക്ക് ചെയറൊക്കെ വലിക്കുമ്പം ഈ ഗ്ലാസ്സിൽ തട്ടിയിട്ട് ഗ്ലാസ് പൊട്ടാനായിട്ടുള്ള ചാൻസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോട്ടം സ്പേസിൽ നോർമൽ ഷട്ടേഴ്സും ടോപ്പിലേക്ക് ഗ്ലാസും കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഡൈനിങ്ങിൽ നിന്ന് ഇപ്പോൾ ഇവിടുത്തെ കിച്ചൺ നമ്മൾ ഒഴിവാക്കിയല്ലോ, ആ കിച്ചനെ പുറത്തേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. അതെ, ഈ ഒരു സ്പേസ് നമ്മൾ പുറത്തേക്ക്, ഇത് ഒരു ആർച്ച് ഓപ്പണിംഗ് ആയിരുന്നു, ഈ ഒരു സ്പേസിനെ നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ്. ഇത് പുതിയ കൺസ്ട്രക്ഷനാണ്, ന്യൂ കൺസ്ട്രക്ഷനാണ്. അതുകൊണ്ട് ഇതൊരു മോഡുലാർ കിച്ചണായിട്ട് നമ്മളെടുത്തു. കിച്ചണോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഒരു സ്റ്റോർ റൂം. ആക്ച്വലി അവിടെ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല, ഇതൊരു സ്റ്റോർ റൂമും പിന്നെ അരകല്ല് വെക്കാനായിട്ടും ഒക്കെയുള്ള ഒരു സ്പേസായിട്ട് ഈ ഒരു സ്പേസിനെ നമ്മൾ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുത്താണ്. ഇതിനകത്ത് നോർമൽ മോഡുലാർ കിച്ചണിൽ വേണ്ട എല്ലാ കാര്യങ്ങളും, എക്യുപ്മെൻറ്റ്സും ടാൻറ്റം ബോക്സും ബോട്ടിൽ പുൾ ഔട്ട്സും എല്ലാം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഷെൽഫ് ആക്ച്വലി നമുക്ക് ഡൈനിങ് റൂമിൽ നിന്ന് ആക്സസ് ഉള്ള ഒരു ഷെൽഫായിരുന്നു, അതിനെ ഇങ്ങോട്ടേക്ക് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇനിയും തിരിച്ച് നമുക്ക് ഡൈനിങ് സ്പേസിലോട്ട് തന്നെ വരാം. ഈ ഡൈനിങ് സ്പേസിലെ സീലിംഗ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളാണ്. മുഴുവൻ ഹാർഡ് വുഡിൽ ചെയ്തിരിക്കുന്ന പഴയ സീലിങ്ങിനെ പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ ഈ ഡൈനിങ്ങിൽ നിന്നാണ് മുകളിലേക്കുള്ള പത്തായം അഥവാ അറ്റിക് സ്പേസിലോട്ടുള്ള എൻട്രി പോകുന്നത്. അത് സെപ്പറേറ്റ് ആയിട്ട് പറയേണ്ട ഒരു സ്പേസാണ്. ഈ ഒരു പാസേജാണ് നമുക്ക് ലിവിങ് സ്പേസിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെറിയ റൂമിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വരാൻ പറ്റുമെന്ന് പറഞ്ഞ ആ ഒരു പാസേജാണിത്. ഇത് ലിവിങ്ങിൽ നിന്നാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. ഈ ഒരു സ്പേസ് ചെറിയൊരു ഹാൻഡി സ്പേസാണ്. ഇതിനെ നമുക്ക് പഴയ ഒരു വാർഡ്രോബ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ, പിന്നെ ഈ ഒരു ചെറിയൊരു ബോക്സ്, അതായത് സ്റ്റെയറിൻ്റെ ബോട്ടം സ്പേസിനെ ഉപയോഗിച്ചിട്ടുണ്ട്, ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ഈ രീതിയിലുള്ള സ്റ്റെയർ കേസ് ആയിരുന്നില്ല, പഴയ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള തടിയിലുള്ള സ്റ്റെയർ കേസ് ആയിരുന്നു. ഈ സ്റ്റെയർ കേസ് പുതിയതായി ചെയ്തതാണ്. ഹാർഡ് വുഡിലാണ് ഹാൻഡ് റെയിൽസും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഹാർഡ് വുഡ് തന്നെയാണ്, പനയാണ് ഈ സൈഡിലെല്ലാം ക്ലാഡിങ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് ഓപ്പൺ ഷെൽഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ എല്ലാത്തിനെയും ഹൈഡ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം ഫുള്ളായിട്ട് നമ്മൾ പാനലിങ് ചെയ്തു. അതുപോലെ തന്നെ ഓപ്പണിങ് പാനലിങ്ങും ഹാർഡ് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമ്മളെല്ലാം നാച്ചുറൽ മെറ്റീരിയൽസിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാസേജും കൊടുത്ത് റൗണ്ടിൽ ഒരു വെൽ ഓപ്പൺ സ്റ്റൈലിലാണ് നമുക്ക് അറ്റിക്കിലോട്ടുള്ള വ്യൂ വരുന്നത്. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ നമ്മൾ നോക്കുമ്പം ഇത് ശരിക്കും ഒരു 2 നില വീടാണ് എന്ന് തോന്നിക്കാനായിട്ടുള്ള കാരണം ഈ ഒരു മൾട്ടിപർപ്പസ് ഹാളാണ്. ഈ മൾട്ടിപർപ്പസ് ഹാളിന് ശരിക്കും ഒരു ഉപയോഗം കൂടിയുണ്ട്. നമുക്ക് ഈ വീട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പല സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ US-ൽ നിന്നും UK നിന്നൊക്കെ അവർ വരുമ്പം ഈ ഒരു സ്പേസാണ് അവർക്കൊരു ഗ്യാതറിങ് സ്പേസ് ആയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറ്റിക് സ്പേസ് ആയിരുന്നു, ഒരു പത്തായമായിരുന്നു, വളരെ ഇടുങ്ങിയ ഒരു പത്തായമായിരുന്നു. അപ്പോൾ ഈ ഓട് മാത്രം ഒന്ന് റിനോവേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. ബട്ട് അതിൻ്റെ ഹൈറ്റൊക്കെ വളരെ ചെറുതായിരുന്നു കേട്ടോ, ഒരടി മാത്രം ഹൈറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സൈഡിലുള്ള വാൾസിൻ്റെ എല്ലാം ഹൈറ്റ് 2 മീറ്ററോളം ഉയർത്തി അതിന് മുകളിലേക്ക് ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്ത് അതിൽ മുകളിലും താഴെയുമായിട്ട് 2 ലെയറിൽ ഓട് ചെയ്ത് ഇതിനെ ഇങ്ങനെ ഒരു വലിയ ഹാളാക്കി എടുത്തു. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി കിട്ടുന്നുണ്ട്. ഈ ബാൽക്കണി ഫ്രണ്ട് എലിവേഷനിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ആ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബാൽക്കണിയാണ് കേട്ടോ ഈ സ്പേസ്. ഇത് ഈ അറ്റിക് സ്പേസിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. റൂഫിങ്ങും കാണിക്കണേ. ഇത് ഫുള്ളായിട്ട് തന്നെ മുകളിലും താഴെയായിട്ട് 2 ലെയറിൽ ഓട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയ ഒരു മൾട്ടി പർപ്പസ് ഹാള് നമുക്കിതിൻ്റെ മുകളിൽ കിട്ടി. എല്ലാവർക്കും ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരുമിച്ച്
സ്റ്റേ ചെയ്യാനായിട്ടും ഗ്യാദർ ചെയ്യാനായിട്ടും ഒക്കെ ഉള്ള ഒരു സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ചെയ്യുമ്പം അതിലൊരു വാഷ്റൂമും ഡ്രസ്സിങ് സ്പേസും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ താഴെ ഒരു ടോയ്ലറ്റ് ഹാളിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നതിൻ്റെ മുകളിലായിട്ട് ഒരു ടോയ്ലറ്റ് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു. ആ ടോയ്ലറ്റിലോട്ടുള്ള എൻട്രി ഈ സ്പേസിൽ നിന്ന് കൊടുത്തിട്ട് ഒരു വാഷ് ഏരിയ, അതിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് സ്പേസ്, അതിനോട് ചേർന്ന് ഒരു ടോയ്ലറ്റ്, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് തന്നെ എടുത്തു. അപ്പം ആർക്കെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ ആണെങ്കിലും കോണിപ്പടി ഇറങ്ങി താഴേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്പേസ് തന്നെ അവർക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ട് പറ്റിയൊരു പ്ലേസാണിത്. പിന്നെ ഈ ബാക്ക് സൈഡിലോട്ടുള്ളത് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിച്ചൻ്റെ ടെറസ് നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ആക്സസ് ചെയ്യാം. പുറത്തുനിന്ന് മെയിൻ ആക്സസ് ഉണ്ട്. ഇൻ കേസ് നമുക്ക് ഇവിടുന്ന് ആക്സസ് ചെയ്യണമെങ്കിൽ അതിനുള്ള പ്രൊവിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഹാൻഡ് റെയിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ താഴെ നിന്ന് നോക്കുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി കാണാനായിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്പേസിൽ പറയേണ്ടത് ഇവിടുത്തെ ഫ്ലോറിംഗ് ആണ്. ഇവിടെ നമ്മൾ വുഡൻ ടൈൽസ് ഒന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ശരിക്കും വുഡ് തന്നെയാണ്. പന വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലോറിങ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്ലേ ടൈൽസ് ആണെങ്കിലും നാച്ചുറൽ മെറ്റീരിയലാണ്. ഫ്ലോറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്നതും നാച്ചുറൽ മെറ്റീരിയൽസ് ആണ്. ഹാൻഡ് റെയിലിനും സ്റ്റെയർ കേസിനും ഉപയോഗിച്ചിരിക്കുന്നത് തടിയാണ്. അങ്ങനെ മാക്സിമം എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് തന്നെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ കരിങ്കല്ലിൽ താഴെ ചെയ്തിരിക്കുന്ന ഭിത്തിയുടെ കനം എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 സെൻറ്റിമീറ്ററോളം കനത്തിൽ വരുന്നതാണ്. അപ്പം അതിൻ്റെ ആ ഒരു ഭംഗി അങ്ങനെ തന്നെ നിലനിർത്തണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് മുകളിലോട്ടുള്ളത് നമുക്ക് മറ്റൊരു ബ്രിക്സിൽ എക്സ്റ്റീരിയർ പോർഷനിൽ കാണിക്കാനായിട്ട് പറ്റില്ല. അപ്പം ആ എക്സ്റ്റീരിയർ വരുന്ന പോർഷനിൽ നമ്മൾ കരിങ്കല്ല് തന്നെ വെച്ച് ക്ലാഡ് ചെയ്ത് ബാക്കിയുള്ള സ്പേസിൽ ഇഷ്ടികയും ഒക്കെ വെച്ചിട്ടാണ് മൊത്തത്തിൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസ് എപ്പോഴും കൂട്ടുകുടുംബത്തിനൊക്കെ വളരെയധികം അത്യാവശ്യമായിരിക്കും എന്ന് തന്നെ പറയേണ്ട ഒരു സ്പേസാണ്. കാരണം പലയിടത്തായിട്ട് സെപ്പറേറ്റഡ് ആയിരിക്കുന്ന മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും വരുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും സ്റ്റേ ചെയ്യാനായിട്ടുള്ള അത്ര വിശാലമായിട്ടുള്ള ഒരു സ്പേസ് വേണം അല്ലേ. അപ്പം ഈ ഒരു പത്തായം എന്നുള്ള ഒരു കൺസെപ്റ്റ്, അറ്റിക് സ്പേസ്, മെസ്നൈൻ ഫ്ലോറിനെ ഇത്രയും ഹൈറ്റിൽ ഉയർത്തി അതിനെ ഫാബ്രിക്കേഷൻ ചെയ്ത് ഇത്രയും വലിയൊരു സ്പേസ് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നത് എപ്പോഴും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പലർക്കും തറവാട് വീടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതിൽ ഈ വരുന്ന ഒരു പത്തായത്തിനെ ഇടിച്ചു പൊളിച്ച് കളയാനോ അല്ലെങ്കിൽ അതിനൊരു ഫ്ലോറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകളും ട്രൈ ചെയ്യുന്നത്. പക്ഷേ അതിനൊരു ഫ്ലോറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടും. കോസ്റ്റ് കൂടുന്നത് മാത്രമല്ല, താഴത്തെ ബിൽഡിങ്ങിന് മുകളിലേക്ക് വരുന്ന സ്ട്രക്ചറിനെയും അതിൻ്റെ മുകളിലേക്ക് വരുന്ന കോൺക്രീറ്റിംഗ് വാർക്കേനെയും ഒക്കെ ബിയർ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ അറ്റിക് സ്പേസിനെ കുറച്ചുകൂടി അതിൻ്റെ ചുറ്റുമുള്ള മതിലിൻ്റെ പൊക്കം അല്പം കൂടി കൂട്ടി അതിൻ്റെ മുകളിൽ ഫാബ്രിക്കേഷൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ലൊരു വലിയ ഹാള് നമുക്ക് കിട്ടും. അപ്പം ആ ഒരു രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ക്ലയൻറ്റിൻ്റെ സപ്പോർട്ടായിരുന്നു. അപ്പം ഒരു ഡിസൈനറിനെയോ ആർക്കിടെക്റ്റിനെയോ നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പം അവർക്ക് അതിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമാണ്. അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുത്താൽ മാത്രമേ അവരുടേതായ രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും അവർക്ക് അവരുടേതായ ഐഡിയാസ് പറയാനായിട്ടുള്ള സാഹചര്യം കൊടുക്കണം. ഇവിടെ ഈ ഒരു വീടിൻ്റെ കേസിൽ ക്ലയൻറ്റ് ബിനോ മാത്യു വളരെ ഗ്രൗണ്ട് സപ്പോർട്ടാണ് നമുക്ക് ചെയ്തു തന്നത്. അപ്പം അങ്ങനെ നല്ലൊരു ടീം വർക്കിൻ്റെ റിസൾട്ടാണ് ഈ ഒരു വീടെന്ന് പറയുന്നത്, ഈ ഒരു തറവാടെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റിനോവേഷൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ഹോം ടൂറുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.